നമസ്കാരം, എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ആനുകാലിക വിഷയങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഹീരാലാൽ സമാരിയ. അപ്പൊ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഹീരാലാൽ സമാരിയ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. അപ്പൊ നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആണ് BVR സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, വേൾഡ് ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ വ്യക്തി അജയ് ബംഗ. വേൾഡ് ബാങ്ക് പ്രസിഡന്റായി നിയമിതനായിട്ടുള്ള വ്യക്തി ഇന്ത്യക്കാരനാണ്. പേര് അജയ് ബംഗ. 2023-24 ബജറ്റ് അവതരണത്തിൽ ഏത് രോഗത്തെയാണ് 2047 കൂടി ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള ദൗത്യം പ്രഖ്യാപിച്ചതും മധ്യപ്രദേശിൽ തുടക്കം കുറിച്ചതും? അപ്പൊ 2023-2024 ബജറ്റ് അവതരണത്തിൽ 2047 കൂടി ഒരു രോഗത്തെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അതിന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കുകയും ചെയ്തു. സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. അതായത് 2023-24 ബജറ്റിൽ 2047 കൂടി ഇന്ത്യയിൽ നിന്നും സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിൽ ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് ഏത് വർഷത്തോടു കൂടിയാണെന്ന് ചോദിക്കാം. നമുക്ക് എഴുതാം 2047 കൂടി. ഇനിയും എവിടെയാണ് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാലോ, മധ്യപ്രദേശിലാണ് തുടക്കം കുറിച്ചത്. അപ്പം ഏത് രോഗമാണ്? സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. അടുത്ത ചോദ്യം നോക്കാം. ജല ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. അപ്പം വാട്ടർ ബഡ്ജറ്റ് അഥവാ ജല ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഞ്ച് സുസ്വാഗതം ഓൺലൈൻ സിസ്റ്റം? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സുസ്വാഗതം ഓൺലൈൻ സിസ്റ്റം ലോഞ്ച് ചെയ്തത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DY ചന്ദ്രചൂഡാണ്. അദ്ദേഹമാണ് സുസ്വാഗതം എന്ന ഓൺലൈൻ സിസ്റ്റം ലോഞ്ച് ചെയ്തത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സുപ്രീം കോടതിയിലൂടെ നമുക്ക് നേരത്തെ എൻട്രി പാസ് ഉണ്ടായിരുന്നു. അപ്പൊ എൻട്രി പാസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കണമായിരുന്നു. ഫിസിക്കൽ പാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് സുസ്വാഗതം എന്ന ഓൺലൈൻ പോർട്ടലിൽ കൂടി നമുക്ക് ഈ പാസ് എളുപ്പം എടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ലോങ് ക്യൂ ഒഴിവാക്കി ഈ സുസ്വാഗതം എന്ന ഓൺലൈൻ പോർട്ടലിൽ കയറിയിട്ട് സുപ്രീം കോടതിയിലേക്കുള്ള പാസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സുപ്രീം കോർട്ട് സുസ്വാഗതം ഓൺലൈൻ സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയാൽ, 2023 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട അതിശക്തമായ ചുഴലിക്കാറ്റിന്റെ പേര് ബിപാർ ജോയ്. അപ്പൊ 2023 ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട അതിശക്തമായ ചുഴലിക്കാറ്റാണ് ബിപാർ ജോയ്. ചുഴലിക്കാറ്റിന് ബിപാർ ജോയ് എന്ന് പേരിട്ട രാജ്യമോ? അത് ബംഗ്ലാദേശ്. ഓർത്തിരിക്കുക, ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട അതിശക്തമായ ചുഴലിക്കാറ്റ്. അപ്പൊ 2023 ജൂൺ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. അടുത്തത് ഒക്ടോബർ ആണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട അതിശക്തമായ ചുഴലിക്കാറ്റ്. അപ്പൊ ആദ്യം പറഞ്ഞ ജൂൺ ആണെങ്കിൽ ഇത് 2023 ഒക്ടോബറിലെയാണ്. ശക്തമായ ചുഴലിക്കാറ്റിന്റെ പേര് തേജ്. തേജ് എന്ന പേരിട്ടത് ഏത് രാജ്യമാണെന്ന് നോക്കാം. അത് ഇന്ത്യ. തേജ് എന്ന പേരിട്ട രാജ്യം ഏതാണ്? അത് ഇന്ത്യ. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട അതിശക്തമായ ചുഴലിക്കാറ്റിന്റെ പേര് തേജ്. അങ്ങനെ പേരിട്ട രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം നോക്കാം. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട വളരെ തീവ്രമായ ചുഴലിക്കാറ്റ് ഹമൂൺ. ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ടത് ബിപാർ ജോയ്. ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ടത് തേജ്. അടുത്തത് ഒക്ടോബറിൽ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്രമായ ചുഴലിക്കാറ്റാണ് ഹമൂൺ. ഹമൂൺ എന്ന പേരിട്ട രാജ്യം ഇറാൻ. നമുക്ക് അടുത്തത് ചന്ദ്രയാൻ 3 നോക്കാം. ചന്ദ്രയാൻ 3 നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപണം നടന്ന ദിവസം 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ വിജയകരമായി വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതോ? 2023 ഓഗസ്റ്റ് 23. അപ്പൊ ചന്ദ്രയാൻ വിക്ഷേപണം നടന്നത് ജൂലൈ 14.
ജൂലൈ 14 വിക്ഷേപിച്ച് ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങി. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. അടുത്തത് നോക്കിയാലോ, പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3യുടെ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ പി വീരമുത്തുവേൽ. ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ, പര്യവേഷണ വാഹനം. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച പര്യവേഷണ വാഹനം ഏത്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 LVM-3M4. LVM-3M4 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3യുടെ ആദ്യ പേര് എന്തായിരുന്നു? ആദ്യ പേര് GSLV-3, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. അതായത് LVM-3 എന്ന് പറയുന്ന പര്യവേഷണ വാഹനത്തിന്റെ ആദ്യത്തെ പേരാണ് GSLV-3, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഇനിയും എവിടുന്നാണ് വിക്ഷേപിച്ചത്? ലോഞ്ച് സൈറ്റ് ഏതാണ്, അല്ലെങ്കിൽ വിക്ഷേപണത്തറ ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അറിഞ്ഞിരിക്കണം, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടാണ്? ശ്രീഹരിക്കോട്ടയിലാണുള്ളത്. ശ്രീഹരിക്കോട്ട എവിടാണ്? അത് ആന്ധ്രാപ്രദേശിലാണുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ദ ചെയർമാൻ ഓഫ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. അപ്പം ഡോക്ടർ എസ് സോമനാഥ് ആണ് ISROയുടെ ചെയർമാൻ. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? പി വീരമുത്തുവേൽ. അടുത്ത ചോദ്യം, വേർ വാസ് ദ ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ഇനാഗുറേറ്റഡ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ഇനാഗുറേറ്റ് ചെയ്ത് എവിടെ? കൊൽക്കത്ത. അപ്പം കൊൽക്കത്തയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സർവീസ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇനിയും നമുക്ക് നാഷണൽ ഗെയിംസ് നോക്കാം. 2023 നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ, അതായത് 37ാമത്തെ നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ ഒക്ടോബർ 25 മുതൽ നവംബർ 9 വരെ നടന്നത് ഏത് സ്റ്റേറ്റിൽ വെച്ചാണ്? ഗോവ. ഇന്ത്യയുടെ 37ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നത് എവിടാണെന്ന് ചോദിച്ചാൽ അത് ഗോവയിൽ വെച്ചാണ്. അതായത് 2023 നാഷണൽ ഗെയിംസ് ആണ് 37ാമത്തെ നാഷണൽ ഗെയിംസ്. അത് നടന്നത് ഗോവയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, ഇനി 2024 നാഷണൽ ഗെയിംസ് ഇല്ലേ, അതായത് 38ാമത്തെ നാഷണൽ ഗെയിംസ്, അത് എവിടെ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത്? അത് ഉത്തരാഖണ്ഡിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ 2023 നാഷണൽ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. 2024 നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഏത് രാജ്യമാണ് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് 2023 അഥവാ സാഫ് 2023 ജയിച്ചത്? ഇന്ത്യയാണ് ജയിച്ചത്. ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത്? കുവൈറ്റിനെ തോൽപ്പിച്ചു. അപ്പൊ ഇന്ത്യ കുവൈറ്റിനെ തോൽപ്പിച്ച് 2023 സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. അതായത് സാഫ് കപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്, പരാജയപ്പെടുത്തിയത് കുവൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ആരാണ് 2023 ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിജയ്? ഓസ്ട്രേലിയ. 2023 ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ വിജയ് ഓസ്ട്രേലിയ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ വെച്ചായിരുന്നു 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നത്? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നത്. അതിൽ വിജയിച്ചത് ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആഘോഷിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ജൂൺ 5. അടുത്തത് നമുക്ക് 2023 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നോബൽ പ്രൈസ് കിട്ടുന്നവരുടെ പേര് നമ്മൾ കാണും. പേര് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല പാടാണ് പഠിക്കാൻ, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ നല്ല പാടാണ്. പഠിച്ചെടുക്കുന്നവരുണ്ട്, എങ്കിൽ പോലും നമ്മൾ കാണാതെ പഠിക്കാന്ന് വെച്ചാൽ അത്രയും സമയം നമ്മൾ കളയണം. മാത്രമല്ല നമുക്കത് പഠിച്ചിരുന്നാൽ തന്നെ ഓർത്തെടുക്കാനും പാടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എഴുതാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മുടെ മുൻപിൽ ഓപ്ഷൻസ് കാണും. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ നമുക്കൊന്ന് വായിച്ച് ഓർമ്മ മതി, അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയ ഓർമ്മ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ചില പേരുകൾ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറെ പേരുകൾ ഒരുമിച്ച് പഠിച്ചു വെക്കുമ്പോൾ തെറ്റിപ്പോകും. ഏതിൻ്റെയാണ് ഏതിനാണ് കിട്ടിയത് നമുക്ക് തെറ്റിപ്പോകും.
അപ്പം നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോഡ് വെച്ച് പഠിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും, ചില കോഡ് കേട്ടാൽ തമാശയായിട്ട് തോന്നും, അയ്യോ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ PSCക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നവരെല്ലാം തന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് കോഡുകൾ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർ കേട്ടാൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന കോഡുകളായിരിക്കാം, പക്ഷെ നമുക്കത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ഈ നോബൽ പ്രൈസ് 2023 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെ എന്തൊക്കെ എന്നുള്ളത് നമുക്കൊരു കോഡ് വെച്ച് നോക്കാം. ഞാനൊരു കോഡ് പറഞ്ഞുതരാം, താല്പര്യമുള്ളവർ അങ്ങനെ പഠിക്കുക, അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡുകൾ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. അപ്പം ഞാൻ ഒരു കഥ പറയാം, ആ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കാം. അപ്പം നമ്മുടെ കഥ ഇങ്ങനെയാണ്. ഫിസിക്സ് ടീച്ചറായിട്ടുള്ള ആൻ പയർ മേടിച്ചിട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഒറ്റ സെക്കൻഡിലാണ് ഒരു വണ്ടി വരുന്നത് കണ്ടത്. വണ്ടിയിലിരുന്നത് ലൂയിസ് ആയിരുന്നു. ലൂയിസ് പറഞ്ഞു, എനിക്ക് മൂവി കാണാൻ പോകണം. ഏത് മൂവിയാണെന്ന് ചോദിച്ചപ്പോൾ അത് രസതന്ത്രമാണ്, അത് കാണാനാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടിട്ട് വരാം, കേറിക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് വയസ്സായ മനുഷ്യന് കോവിഡ് ആയതിനാൽ മെഡിസിൻ മേടിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അവർ വണ്ടിയെ പോകുന്ന സമയത്താണ് ഇവരുടെ സുഹൃത്തായിട്ടുള്ള പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ജോണിനെ പറ്റി അവർ സംസാരിക്കുന്നത്. അപ്പം അവർ സംസാരിച്ച ജോണിന്റെ പുസ്തകങ്ങളെ പറ്റിയാണ്. ജോണിന്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇറാനിൽ നർഗീസിന് സമാധാനം, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗോൾഡിന്റെ സ്ഥാനം. ഇതാണ് നമ്മുടെ കഥ. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് ഫിസിക്സ് ടീച്ചറായിട്ടുള്ള ആൻ പയറ് മേടിച്ചിട്ട് ക്രോസ് ചെയ്യാൻ നേരത്ത് ഒറ്റ സെക്കൻഡിൽ ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ പേരാണ് പറയാൻ പോകുന്നത്. ഫിസിക്സ് ടീച്ചറായിട്ടുള്ള ആൻ എന്ന് പറയുന്നത് ആൻ ലുലിയർ, പയറ് മേടിച്ചിട്ടെന്ന് പറയുന്നത് പിയർ അഗസ്റ്റിനി, ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഫെറൻസ് ക്രോസ്. ഒറ്റ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ ആൻ ലുലിയറിനും പിയർ അഗസ്റ്റിനിക്കും ഫെറൻസ് ക്രോസിനും എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചാലോ, നമുക്ക് ഈ രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രകാശത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങൾ, അതായത് അറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻ ലുലിയറിനും പിയർ അഗസ്റ്റിനിക്കും ഫെറൻസ് ക്രോസിനും പ്രകാശത്തിന്റെ അതിസൂക്ഷ്മ കണങ്ങൾ സൃഷ്ടിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കിയാലോ. ഒറ്റ സെക്കൻഡിൽ പെട്ടെന്നൊരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ ആരുണ്ടായിരുന്നു? ലൂയിസ് ഉണ്ടായിരുന്നു. അത് ലൂയിസ് ആന്റെ സുഹൃത്താണ്. ലൂയിസ് പറഞ്ഞു, എനിക്കൊരു മൂവി കാണണം. ഏത് മൂവി? രസതന്ത്രം കാണണം, കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു മൂവി, രസതന്ത്രം മൂവി എന്ന് പറയുമ്പോൾ തന്നെ രസതന്ത്രം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് പറയുന്നത്. മൗങ്കി ബാവൻഡി. അപ്പം വണ്ടി എന്ന് പറയുന്നത് മൗങ്കി ബാവൻഡി. ലൂയിസ് എന്ന് പറയുന്നത് ലൂയി ബ്രസ്. എനിക്ക് മൂവി എന്ന് പറയുമ്പോൾ അലക്സി എക്കിമോവ്. അപ്പം ബാവൻഡി മൗങ്കി ബാവൻഡി, ലൂയിസ് ലൂയി ബ്രസ്. എനിക്ക് മൂവി എന്ന് പറയുമ്പോൾ അലക്സി എക്കിമോവ്. ഇവർക്ക് 3 പേർക്കുമാണ് രസതന്ത്രത്തിനുള്ള കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി മൂവി കാണാൻ വേണ്ടി പോയപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വണ്ടി വന്നു, ലൂയിസ് ഉണ്ടായിരുന്നു, എനിക്ക് മൂവി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് മൗങ്കി ബാവൻഡി, ലൂയിസ് എന്ന് പറയുമ്പോൾ ലൂയി ബ്രസ്, എനിക്ക് മൂവി എന്ന് പറയുമ്പോൾ അലക്സി എക്കിമോവ്. ഇവർ കാണാൻ പോയ സിനിമ ഏതാണ്? രസതന്ത്രം, അതായത് കെമിസ്ട്രി. ഇനിയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. കണ്ടിട്ട് വരാം എന്ന് വെച്ചാൽ ക്വാണ്ടം ഡോട്ട്സ് ആണ് കണ്ടിട്ട് വരാം നമ്മൾ പറയുന്നത്. അപ്പൊ നാനോ കണങ്ങൾ, സൂക്ഷ്മകണങ്ങളായിട്ടുള്ള ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തിയതിനാണ് ഇവർക്ക് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ലൈൻ നോക്കാം. നമ്മുടെ കഥയുടെ അടുത്ത ലൈൻ എന്ന് പറയുന്നതോ, കേറിക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യണം? വയസ്സായ മനുഷ്യന് COVID-19 മെഡിസിനും മേടിക്കണം. അപ്പോൾ കേറിക്കോളാൻ പറഞ്ഞു. വയസ്സായ മനുഷ്യനുണ്ട്, മെഡിസിൻ ഉണ്ട്, COVID-19 ഉണ്ട്. മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തത് മെഡിസിൻ, അതായത് മെഡിസിൻ ഉള്ള നോബൽ പ്രൈസ്, അല്ലെങ്കിൽ ഫിസിയോളജിക്കുള്ള നോബൽ പ്രൈസ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് പറയുന്നത്. ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ആരാണ്? ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോക്ക്. വയസ്സായ മനുഷ്യൻ ഡോക്ടർ ഡ്രൂ വൈസ്മാൻ. ഇവർക്ക് 2 പേർക്കുമാണ്, അതായത് ഡോക്ടർ കാറ്റ്ലിൻ കാരിക്കോക്കിനും ഡോക്ടർ ഡ്രൂ വൈസ്മാനുമാണ് മെഡിസിനുള്ള, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിനുള്ള, അല്ലെങ്കിൽ ഫിസിയോളജിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അവർക്കിനി എന്തിനാണ് കിട്ടിയിരിക്കുന്നത്?
കോവിഡ് പ്രതിരോധ വാക്സിൻ നിർമ്മിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള mRNA വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ ഇവരാണ് കണ്ടെത്തിയത്. അപ്പോൾ കോവിഡ് പ്രതിരോധ വാക്സിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള mRNA വാക്സിൻ വികസിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നതോ, ഇവരുടെ സുഹൃത്തായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ ആരാണ്? ജോൺ. അപ്പൊ ഇവരുടെ സുഹൃത്തായിട്ടുള്ള പ്രശസ്തനായ സാഹിത്യകാരനാണ് ജോൺ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സാഹിത്യ നോബൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന ആളുടെ പേരെന്താണ്? ജോൺ ഫോസെക്. അപ്പോൾ ഇവരുടെ സുഹൃത്തായിട്ടുള്ള പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? ജോൺ ഫോസെക്കിനാണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കഥയുടെ അടുത്ത വരി എന്താണ്? ജോൺ ഫോസെക്കിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഇവർ ഓർക്കുന്നത്. ഏതൊക്കെയാണത്? ഇറാനിൽ നർഗീസിന്റെ സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അത് നർഗീസിനാണ്. നർഗീസ് മുഹമ്മദിക്കാണ്. നർഗീസ് മുഹമ്മദി എവിടുത്തുകാരിയാണ്? ഇറാൻകാരിയാണ്. അപ്പം ഇറാനിലുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ജോണിന്റെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യ വർക്കുകളാണ് ഇറാനിൽ നർഗീസിന്റെ സമാധാനം, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗോൾഡിന്റെ പ്രാധാന്യം. അപ്പോൾ എക്കണോമിക്സിൽ ഗോൾഡിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പറയാം, എക്കണോമിക്സിനുള്ള സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. അതായത് US സാമ്പത്തിക ശാസ്ത്രജ്ഞയായിട്ടുള്ള ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2023 നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാം. അതായത് നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മറ്റൊരു പേരൂടെ പറയും, സെറിജസ് റിക്സ് ബാങ്ക് പ്രൈസ് എന്നും പറയും. നമുക്ക് പറയാം. മറ്റൊരു പേരാണ് സെറിജസ് റിക്സ് ബാങ്ക് പ്രൈസ് എന്നും പറയും. അപ്പൊ നമ്മുടെ കഥയും നോബൽ പ്രൈസും എളുപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്? ഫിസിക്സ് ടീച്ചറായിട്ടുള്ള ആൻ പയർ മേടിച്ചിട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒറ്റ സെക്കൻഡിൽ ഒരു വണ്ടി വരുന്നു. വണ്ടിയിൽ ആന്റെ സുഹൃത്തായിട്ടുള്ള ലൂയിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൂയിസ് പറഞ്ഞു, എനിക്കൊരു മൂവി കാണണം. ഏത് മൂവി? രസതന്ത്രം. കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. കേറിക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് വയസ്സായ മനുഷ്യന് COVID-19 മെഡിസിൻ മേടിക്കണം. അങ്ങനെ ഒരു വണ്ടിയെ പോകുമ്പോഴാണ് അവരുടെ സുഹൃത്തായിട്ടുള്ള പ്രശസ്ത സാഹിത്യകാരൻ ജോണിനെ പറ്റി അവർ സംസാരിക്കുന്നത്. അവർ പറയുന്ന ജോണിന്റെ പ്രശസ്തമായ 2 കൃതികളാണ്. അതായത് ഇറാനിൽ നർഗീസിന്റെ സമാധാനവും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗോൾഡിന്റെ പ്രാധാന്യവും. ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനിയും ചിലപ്പോൾ ചിലർ പറയും, നമ്മൾ ഇത് പഠിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് പഠിക്കരുതെന്ന് ചോദിക്കാം. അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ കഥ വെച്ചിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഏതൊക്കെയാണെന്നുള്ളത് ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ കഥ ഉണ്ടാക്കി പറ്റുവാണെങ്കിൽ അതായിരിക്കും വളരെ നല്ലത്. കാര്യം ആ കഥ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.